നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചേച്ചി, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി സുരേഷ് ഗോപിക്കെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെതിരെയും വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കാരണം ജോർജ് കുര്യൻ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പണ്ട് മുതലേ സംഘപാരമ്പര്യമുള്ള ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഈ രാഷ്ട്രീയപരമായി അദ്ദേഹം എന്തോ ഒരു മോശം ചെയ്തു എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം വ്യാപകമായിട്ട് ഈ മുന്നണികളുടെയും മറ്റ് ചില സൈബർ ആളുകളുടെയും ഭാഗം നടക്കുന്നുണ്ട്. ഒപ്പം സുരേഷ് ഗോപി വ്യക്തമായി അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഒക്കെ അദ്ദേഹം തൃശ്ശൂരിൽ കാണിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ല എന്നുള്ള വ്യാജ പ്രചരണവും വ്യാപകമായി നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു രീതി കൂടെ കാണുന്നുണ്ട്. അത് ശരിയായൊരു നടപടിയാണോ? തീർച്ചയായും പാർത്ഥ, അതൊരു ശരിയായ നടപടിയേ അല്ല. ഒന്ന്, ജോർജ് കുര്യന്റെ കാര്യം എടുത്തു നോക്കിയാൽ ജോർജ് കുര്യൻ ക്രിസ്തീയ സഭകളുടെയോ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളുടെയോ വോട്ട് നേടിയല്ല ഇവിടെ രാജ്യസഭ MP ആയി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നത്. ഇവിടെ നോക്കൂ, രാജ്യസഭ MP ആകുമ്പോഴും അദ്ദേഹത്തെ ആരാണ് തെരഞ്ഞെടുക്കുന്നത്? ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട വോട്ട് നേടിയ ആൾക്കാരാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. അതിനുമപ്പുറം അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് സംഘപരിവാർ അനുകൂലിയാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 30 വർഷം, 30 അതിലും അപ്പുറം 50 വർഷത്തോളമായി അദ്ദേഹം സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോ അന്നൊന്നും ഈ സഭയ്ക്കോ മറ്റുള്ളവർക്കോ അദ്ദേഹത്തെ ഓൺ ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇപ്പോ ഒരു പ്രശ്നം വരുമ്പോ ജോർജ് കുര്യൻ ഇടപെട്ടില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ജോർജ് കുര്യൻ ഇനി ശരി അവിടെ നിൽക്കട്ടെ, കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ജോർജ് കുര്യൻ മന്ത്രിയായിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സഭയോ പട്ടക്കാരനോ ആരെങ്കിലും വന്ന് ജോർജ് കുര്യനെ ഒന്ന് വിളിച്ച് അഭിനന്ദിക്കാനോ ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്നൊരാൾ അങ്ങനെ കേന്ദ്രമന്ത്രിയായി എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്വീകരണമെങ്കിലും നൽകാനുള്ള തന്റെ ഇടം കാണിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് അദ്ദേഹം ഇടപെടേണ്ടത്? അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വളരെ കൃത്യമാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ ഒരു മന്ത്രിയാണ്, എനിക്ക് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ കഴിയില്ല, എനിക്ക് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കണ്ടു കൊണ്ടുപോകാനേ കഴിയുകയുള്ളൂ, അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് പറയാം, പക്ഷേ അല്ലാതെ എനിക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ കാരണങ്ങൾ പറയാം എന്നല്ലാതെ എനിക്ക് മറ്റൊന്നിനും കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തവും കൃത്യവുമാണ്. അദ്ദേഹത്തെ കരിവാരിത്തേക്കാനും അദ്ദേഹത്തെ മോശക്കാരനാക്കാനുമുള്ള ശ്രമമാണ്. കഴിഞ്ഞ ദിവസം പ്രസംഗം നടക്കുമ്പോൾ കസേര എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെ ആൾക്കാർ ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് ഇറങ്ങിപ്പോകുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ സഭകളെല്ലാം കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് ഇപ്പോ ഒരു സ്വാധീന ശക്തിയായി വളരാനുള്ള ശ്രമം. കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിരുന്നു. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നേതാക്കന്മാരുടെ ഒരു അഭാവം തന്നെയുണ്ട്. നമുക്കറിയാം, PC തോമസ്, KM മാണി, TM ജേക്കബ് അടക്കമുള്ള നിരവധി പേർ, അവസാന കണിക എന്ന രീതിയിൽ നിലനിന്നിരുന്ന PC ജോർജ് പോലും ഇപ്പോ ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് എന്നുള്ളത് വന്നതുകൊണ്ടാണ് ഇപ്പൊ ഒരു സ്വാധീന ശക്തി അവർക്ക് നിലനിൽക്കണം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി സുരേഷ് ഗോപിയുടെ കാര്യം എടുത്താൽ സുരേഷ് ഗോപി തൃശ്ശൂർ പോയി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. കുറച്ച് ക്രിസ്ത്യൻസിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം പള്ളിയിൽ പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ചിലപ്പോൾ വിശ്വാസം കാണും, അല്ല അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം അവിടെ പള്ളിയിൽ പോയി ഒരു കിരീടം വെച്ചു, അല്ലെങ്കിൽ അവിടുത്തെ സഭയിൽ ഒരു സന്ദർശനം നടത്തി എന്നുള്ളത് കൊണ്ട് നാളെ എന്റെ വിഭാഗത്തിൽപ്പെടുന്ന, അല്ലെ എന്റെ ജാതിയിൽപ്പെടുന്ന, എന്റെ മതത്തിൽപ്പെടുന്ന മുഴുവൻ പേരെയും ക്രിസ്തീയ സഭയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ കണ്ണടച്ചിരിക്കാം എന്നർത്ഥമുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം സംസാരിച്ചില്ല. അദ്ദേഹം എന്തിനു സംസാരിക്കണം? അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ വേറെയാണ്. ഒന്ന്. രണ്ടാമത്, അദ്ദേഹം ആ സമയത്ത് പാർലമെന്റ് നടക്കുന്ന സമയമാണ്. പിന്നെ കേരളത്തിലെ BJP അധ്യക്ഷൻ ഇടപെട്ട് കഴിഞ്ഞു ആ വിഷയത്തിൽ. അവിടെ പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി സംസാരിക്കേണ്ടത്? അതിനു മുകളിലൂടെ പറയണോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണോ? ഈ സംസ്ഥാന അധ്യക്ഷൻ, അതും സാധാരണഗതിയിലുള്ള സംസ്ഥാന അധ്യക്ഷൻ വരുന്നത്, സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്ന് നേരിട്ട് പ്രധാനമന്ത്രിയെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹത്തുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇത് പ്രത്യക്ഷത്തിൽ വന്ന് മാധ്യമങ്ങൾ മുമ്പിൽ വന്നത് ഞാനിതാ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെ നിരന്തരമായ വ്യാജ പ്രചാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇപ്പോ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് അതെ, കൈകഴുകൽ. യഥാർത്ഥത്തിൽ കൈ കഴുകിയത് ആളുകൾക്ക് കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അതൊരു കുറവായിട്ട് തോന്നും. പക്ഷെ അതിനുപോലും സുരേഷ് ഗോപിയെ കുറ്റപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വന്ന അന്ന് മുതൽ, പ്രത്യേകിച്ച് BJP ആയ അന്ന് മുതൽ സുരേഷ് ഗോപിയെ കല്ലെറിയാൻ തുടങ്ങിയതാണ്. അത് സ്ത്രീ പീഡനം അടക്കമുള്ള കാര്യങ്ങൾ വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഗോപിയുടെ നല്ല മനസ്സിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ കടന്നാക്രമിച്ചാലും സുരേഷ് ഗോപി ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ പൊതുസമൂഹത്തിന്റെ നല്ലൊരു ശതമാനം അദ്ദേഹത്തോടൊപ്പമാണ് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ ഇടപെടൽ കൊണ്ട് കൂടി തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂരെ കാര്യം പറഞ്ഞാൽ, തൃശ്ശൂർ എനിക്ക് തോന്നുന്നു സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്തിട്ടുണ്ടാവുക. അതിന് കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്. അല്ലാതെ പുരുഷന്മാരുടെ വോട്ട് പെട്ടെന്ന് ക്യാൻവാസ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വോട്ടാണെന്ന അഭിപ്രായം എനിക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സ്ത്രീകൾ, രാഷ്ട്രീയ ഭർത്താവ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യം ഉണ്ടാവും, ചിലപ്പോൾ അതിന്റെ ഒരു ഓരം പറ്റിയൊക്കെ നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അത്തരത്തിലുള്ള ചില സ്ത്രീകളുടെയൊക്കെ വോട്ടുകളായിരിക്കും ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് നിർണായകമായി കിട്ടിയിട്ടുണ്ടാവുക. ഏതായാലും ഒരു കാര്യം സത്യമാണ്, സുരേഷ് ഗോപിയെയോ അല്ലെങ്കിൽ ജോർജ് കുര്യനെയോ ഈ കാര്യത്തിൽ കടന്നാക്രമിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആരും ജയിപ്പിച്ചു വിട്ട, സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധിയാണെങ്കിൽ പോലും അത് സിനിമാ നടൻ, പല ഇമേജുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സിനിമാ നടനാണ്, രാഷ്ട്രീയക്കാരനാണ്, BJPയുടെ വോട്ടുകളുണ്ട്, സാധാരണക്കാരായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് കിട്ടിയ ചില അംഗീകാരങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കിട്ടിയ വോട്ടുകളെല്ലാം കൂടി ചേർന്നാണ് അദ്ദേഹത്തെ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ ജോർജ് കുര്യന്റെ കാര്യം നോക്കിയാൽ, ജോർജ് കുര്യൻ ഇവിടെ നിന്ന് ഇനി നാളെ ജോർജ് കുര്യൻ ഇവിടെ നിന്നാൽ ഈ സഭയും പട്ടക്കാരും ചേർന്ന് ജയിപ്പിക്കുമോ? അദ്ദേഹത്തിന് ഒരുമിച്ച് വോട്ട് കൊടുക്കുമോ? ഇനി പോട്ടോ ഇടയലേഖനമെങ്കിലും ഇറക്കുമോ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന്? ഇതൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ കാര്യവും കാരണവും ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ മതവിഭാഗക്കാരനായതുകൊണ്ട് സംസാരിക്കണം എന്ന് പറയുന്നതിനെയോ അത്തരത്തിലുള്ള കാര്യങ്ങളെ അനുകൂലിക്കാൻ കഴിയില്ല. മന്ത്രിമാരാണ്. ഒരു ജനവിഭാഗത്തിന്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആള് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരുടെയുമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളല്ല. എല്ലാ ജനവിഭാഗങ്ങളുടെയും ആളാണ് രാഷ്ട്രീയക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മന്ത്രിമാരെന്നുള്ളത് കൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ അവർ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ എന്റെ വിശ്വാസം, അത് സത്യം പറഞ്ഞത് ആലോചിച്ച് നോക്കൂ, എന്താണ് അദ്ദേഹത്തെ പറയുമ്പോൾ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തെ എന്താണ് പറയുന്നത്? സ്വജനപക്ഷപാതം കാണണം, സ്വജനപക്ഷപാതത്തോടെ ആൾക്കാരെ കാണണമെന്ന് പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ പാടില്ല എന്നാണ് ഭരണഘടന പറയുന്നത്. ഒരു മന്ത്രി അവിടെ അധികാരത്തിലെക്കുമ്പോൾ അദ്ദേഹം ചൊല്ലുന്ന സത്യപ്രതിജ്ഞാ വാചകത്തിൽ പോലും സ്വജനപക്ഷപാതം പാടില്ല എന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കണം, ഞങ്ങളുടെ കന്യാസ്ത്രീകൾ അവിടെ പോയി മതം മാറ്റിയാൽ അവർക്ക് വേണ്ടി സംസാരിക്കണം, കന്യാസ്ത്രീകൾ ജയിലിലായാൽ സംസാരിക്കണം, അച്ഛന്മാർ ജയിലിലായി സംസാരിക്കണം എന്ന് പറയുന്നതിനെ എതിർക്കുകയല്ലേ വേണ്ട? യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യാതൊരു ബോധ്യവും ഇല്ലാത്ത കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു സ്വാമി എന്ന പേരിൽ നടന്ന ഒരാൾ ചെയ്ത ഒരു കാര്യത്തിൽ, കള്ളസ്വാമി, വ്യാജസ്വാമി ചെയ്ത ഒരു കാര്യത്തിന് കേരളത്തിലെ ആശ്രമങ്ങളിലേക്ക് മുഴുവൻ മാർച്ച് നടത്തിയവരാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ. അവിടെ ആശ്രമത്തിലെ മുഴുവൻ കള്ളസ്വാമികളെന്ന് ആക്ഷേപിച്ചവരാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐ. അതൊന്നുമില്ലാത്ത ഒരു കാര്യം ഇന്ന് ഈ കാര്യത്തിലേക്ക് വരുമ്പോ അത് ഈ ന്യൂനപക്ഷ സംഘടിത വോട്ട് ബാങ്കിന്റെ പവർ എത്രത്തോളമാണെന്ന് കാണിച്ചു തരികയല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായും അതെ. ഹിന്ദുവിന് എന്തു പറ്റിയാലും, ഹിന്ദുവിന് ഏത് ഡാമേജ് ഉണ്ടായാലും, ഹിന്ദുവിന്റെ ക്ഷേത്രം നശിച്ചാലും, ഹിന്ദുവിന് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. കാരണം ഹിന്ദുക്കൾ സംഘടിതരല്ല. കുറച്ച് ഹിന്ദുക്കൾ മാറി നിന്ന് അവരോടൊപ്പം ചേർന്ന് നിൽക്കും. നേരെ മറിച്ച് ഇപ്പൊ കണ്ടില്ലേ, രണ്ട് കന്യാസ്ത്രീകൾ, ആ കന്യാസ്ത്രീകളെ വെച്ചിട്ട് കേരളത്തിലെ സഭ മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് പൊരുതുന്നത് കാണുന്നില്ലേ? അപ്പൊ ഇതിന് നമുക്കെന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ പൊരുതൽ തന്നെയാണ് അവർക്കൊരു ശക്തിയായി, സ്വാധീന ശക്തിയായി രാഷ്ട്രീയത്തിലും മറ്റും അവർ നിൽക്കുന്നത്. അവർ വേണ്ടത് അംഗീകാരങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് അവർ വാങ്ങിച്ചെടുക്കും. അതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് BJP ആയതുകൊണ്ട് തന്നെ BJPയോട് അടുത്തുകൂടി നിൽക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്, ഒരുപാട് ക്രിസ്ത്യൻ ആൾക്കാരുണ്ട്. അവരൊക്കെ അവരുടെ കാര്യം കാണാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാളെ കോൺഗ്രസ് വന്നാൽ ആ ഒറ്റയടിക്ക് ഒരു കോൺഗ്രസ്സുകാരാവും, ഒരു സംശയവും അക്കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസ് അടുത്ത കാലത്തെങ്കിലും ഇനി വരാൻ പോകുന്നില്ല എന്നും BJP മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എന്ന് മനസ്സിലായതുകൊണ്ടാണ് പല ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരും BJPയെ പുൽകാൻ തയ്യാറായിട്ടുള്ളത്. അല്ലാതെ BJPയോടുള്ള, ചിലപ്പോൾ ഒരുപക്ഷെ BJPയോടുള്ള മനോഭാവത്തിലോ അല്ലെ ഹിന്ദുത്വം എന്ന് പറയുന്ന സാംസ്കാരികതയിലോ അങ്ങനെയുള്ള കൺസെപ്റ്റുകളിലൊന്നും ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഉള്ളത് കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും, അതായത് ജോർജ് കുര്യൻ സംസാരിക്കണമായിരുന്നു എന്ന് പറയുന്നതിൽ പോലും അർത്ഥമില്ല. ജോർജ് കുര്യനെ കാണുമ്പോൾ കസേര എടുത്തുകൊണ്ട് പോവുക, അല്ലെ ജോർജ് കുര്യനെ കാണുമ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറയുന്ന സ്വാധീന ശക്തിയായി നിലനിൽക്കാനുള്ള തന്ത്രമാണ്. ആ തന്ത്രത്തിൽ വീണു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോർജ് കുര്യൻ ഭംഗിയായി തന്നെ, ഒരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ഭംഗിയായി തന്നെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സംഘടന, ഇത്രയും വർഷം അദ്ദേഹത്തിന് മറ്റ് നേതാക്കന്മാരെക്കാൾ ഉപരി ഇത്രയും വർഷം അദ്ദേഹം അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായി ഒരു പാർട്ടിയുടെ ആശയങ്ങൾ സംശീകരിക്കപ്പെട്ട് ആ ആശയത്തോടൊപ്പം നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
തീർച്ചയായിട്ടും. എന്തായാലും മുനമ്പത്ത് വലിയ പ്രശ്നം വന്ന സമയത്ത് അവരെ ചേർത്ത് പിടിച്ച് ആ സമയത്ത് അവരോടൊപ്പം നിൽക്കാതിരുന്ന ഇടത് വലത് മുന്നണികൾക്ക് എതിരെ നിന്ന് സംസാരിച്ച സുരേഷ് ഗോപിയെയും ഈ പറയുന്ന എന്താണ് ജോർജ് കുര്യനെയും ഒക്കെ ഒരു അവസരം വന്നപ്പോൾ എത്ര പെട്ടെന്നാണ് ഇവർ തിരിഞ്ഞു കുത്തിയത് എന്നുള്ളത് എല്ലാവരുടെയും ഒന്ന് ഓർമ്മയിൽ ഉണ്ടായാൽ നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.